ഹായ് കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളുടെ ബീന കൃഷ്ണൻ. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 2ാമത്തെ ചാപ്റ്ററായ ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ ഭിന്നസംഖ്യകൾ എന്ന് പറയുന്ന പാഠമാണ്. എന്താണ് ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ ഭിന്നസംഖ്യകൾ? നമ്മൾ ആദ്യമേ അതിനകത്തിൽ എങ്ങനെയൊക്കെയാണ് ഈ ഫ്രാക്ഷൻ ചെയ്യുന്നതെന്നൊന്ന് അറിയണം കുഞ്ഞുങ്ങളെ. അതിന് മുമ്പേ നമുക്ക് ടെസ്റ്റിലെ കണക്കിലോട്ട് കയറുന്നതിന് മുമ്പേ നമുക്ക് ആവശ്യമുള്ള കുറേ കാര്യങ്ങൾ നോക്കിക്കേ. 1/2 എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ ഹാഫാണ്. മലയാളത്തിൽ നമ്മൾ അര എന്നൊക്കെ പറയും. എന്താണ് അര, മുക്കാല് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടോ കുഞ്ഞുങ്ങളെ? അങ്ങനെ പറയുന്നത് കേട്ടോ. ഇനി 1/4 എന്നുള്ളത് ക്വാർട്ടർ എന്നാണ്, അതായത് കാൽ എന്നാണ് കേട്ടോ. ഇനി അങ്ങോട്ട് ഓർത്തോണേ. ഹാഫ് എന്ന് വെച്ചാൽ മലയാളത്തിൽ നമ്മൾ അര, മുക്കാൽ, അര എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലോ. 1/2 കിലോ മുളക്, 1/2 കിലോ ഉള്ളി എന്നൊക്കെ കേട്ടിട്ടില്ലോ കുഞ്ഞുങ്ങളെ? അതിന് 1/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് എന്ന് ഇംഗ്ലീഷിലും മലയാളത്തിൽ അരയെന്നുമാണ്. 1/4 എന്ന് വെച്ചാൽ ക്വാർട്ടർ. ഇനി അങ്ങോട്ട് ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ ക്വാർട്ടർ എന്നാണ് ഇംഗ്ലീഷ് മീഡിയക്കാർ. അന്നേരം അത് അറിയത്തില്ലെന്ന് പറയല്ലേ കുഞ്ഞുങ്ങളെ? 4ൽ 1 ആണ് കേട്ടോ. 4ൽ 1 എന്ന് വെച്ചാൽ എന്താണ്? അവിടെ നോക്കിയേ. 1/4 പ്ലസ് 1/4 പ്ലസ് 1/4 പ്ലസ് 1/4. അതായത് മുകളിൽ എത്ര ഉണ്ട്? 1, 2, 3, 4 അല്ലേ? 4/4 എന്ന് പറയുന്നതാണ് 1. അതായത് 4ൽ 1 ചേരുന്നതാണ് 1 എന്ന് പറയുന്നത്. 4ൽ 1 എന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് ആലോചിക്കേണ്ടോ നിങ്ങളെ? 4ൽ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു ഒരു വൃത്തം വരയ്ക്കുക. വൃത്തത്തിനെ നോക്കിക്കേ, 4ആയിട്ടങ്ങ് ഡിവൈഡ് ചെയ്യുക അല്ലേ? നോക്കിക്കേ, ഈ ഒരു ഭാഗം എന്താണ്? ഇതിൻ്റെ ഒരു ഭാഗമാണ്. 4ൽ 1 ഭാഗം. ഇതൂടായപ്പോൾ എന്തായി? നേർ പകുതിയായില്ലേ? ഇല്ലയോ? അപ്പം 4ൽ 2 ഭാഗം. ഇതൂടായപ്പോഴോ 4ൽ 3 ഭാഗമായില്ലേ? ഇതൂടായപ്പോൾ 4ൽ 4 ഭാഗമായി. ഇപ്പം പിടികിട്ടിയോ? 4ൽ 1 ഭാഗം എന്ന് വെച്ചാൽ കണ്ട് ഇവിടെ ഇത്രയായിരുന്നു കേട്ടോ. അതായത് 4ൽ 1 വെച്ചാൽ ക്വാർട്ടർ. നമുക്ക് കണക്കിലോട്ട് കയറുമ്പോൾ മനസ്സിലാവും. 1/4 എന്തോ നിങ്ങളെ ക്വാർട്ടർ എന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? നോക്കിക്കേ. അടുത്തേ 3/4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ക്വാർട്ടർ നമ്മൾ മലയാളത്തിൽ മുക്കാൽ എന്ന് പറയും. അര, കാല്, മുക്കാല് എന്നൊക്കെ മലയാളത്തിൽ അറിഞ്ഞിരിക്കണം കേട്ടോ. ഇംഗ്ലീഷ് മീഡിയക്കാർ ഹാഫ്, ക്വാർട്ടർ, 3 ക്വാർട്ടേഴ്സ്. ഇനി ഹാഫ് എന്ന് വെച്ചാൽ എന്താണ്? 2/4 എന്ന് പറയുന്നതും ഹാഫാണ്. ഇതൊക്കെ റഫായിട്ടൊന്ന് അറിഞ്ഞിരുന്നെങ്കിലേ നമുക്കിനി ഈ കണക്കിലോട്ട് കയറാൻ പറ്റൂ. ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടോ കുഞ്ഞുങ്ങളെ? ഈ ഫ്രാക്ഷൻ തന്നെ പല വിധങ്ങളുണ്ട്. അതിനുവേണ്ടി മാത്രം ഒരു ചാപ്റ്റർ ഉണ്ട് കേട്ടോ. ഫ്രാക്ഷൻ ഇതിനകത്ത് നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒന്നുമില്ല. അതായത് ഫ്രാക്ഷൻ പല വിധമുണ്ട്. പ്രോപ്പർ, ഇംപ്രോപ്പർ, മിക്സഡ്, യൂണിറ്റ്, പിന്നെ ലൈക്ക്, അൺലൈക്ക്, ഇങ്ങനെയൊക്കെയുള്ള പല ഫ്രാക്ഷനും ഉണ്ട്. നിങ്ങളൊന്നും അതിനെക്കുറിച്ച് ആലോചിച്ച് പേടിക്കുക വേണ്ട. നിങ്ങൾക്ക് അതൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് എന്താ ഇത്രയും കാര്യങ്ങൾ ആദ്യമേ അറിഞ്ഞിരിക്കണം കേട്ടോ. എന്താ ഹാഫ്, ക്വാർട്ടർ ഒക്കെ എന്തോന്ന് ഇംഗ്ലീഷുകാരും മലയാളം മീഡിയക്കാർ എന്താ അര, കാല്, മുക്കാലും ഒക്കെ. പിന്നെ ഇത് അറിഞ്ഞിരിക്കുക എന്താ നോക്കിയേ. 1/4 എന്ന് പറയുന്നതിൻ്റെ നോക്കിക്കേ അതേ വാല്യൂ ആണ് 2/4 എന്ന് പറയുന്നത്. അതേ ഇതാണ് എന്താ 3/4, 4/4 കണ്ടോ? അതേ വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. 1/4 എന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽ ഭാഗം, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അര, ഇത് മുക്കാല്, ഇത് ഫുള്ള്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഈ അതേ വാല്യൂ എന്ന് പറയുന്നതെന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്നറിയാം. നോക്കിക്കേ, 1/4 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതാണ് കാല്. ഇതെന്താണ്? കാലെന്ന് വെച്ചാൽ എന്താ? കാല്, ക്വാർട്ടർ. 2/4 എന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതി, ഹാഫ്. 3/4 ഇപ്പം ഞാനിവിടെ വരച്ച് കാണിച്ചില്ലേ? അതാ കുഞ്ഞുങ്ങളെ. 3/4 എന്ന് വെച്ചാൽ മുക്കാല്. 4/4 എന്ന് വെച്ചാൽ 4ൽ 4 എന്ന് പറയുന്നത് ഫുള്ള്. അതായത് ഏതൊരു സംഖ്യയെ അതേ സംഖ്യകൾ എപ്പോഴും ഓർത്തേ. 3/3 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ? 1 ആണ്. 4/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 ആണ്. 10/10 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 1 ആണ്. അത് നിങ്ങൾ ഓർത്ത് വെച്ചാൽ ഇതൊക്കെ റഫായിട്ട് ആദ്യമേ അറിഞ്ഞിരുന്നെങ്കിലേ നമുക്ക് പാഠത്തിലോട്ട് കയറാൻ പറ്റത്തുള്ളൂ. ഇനി ഇമ്പോർട്ടൻ്റ് ആവും നിങ്ങളെ. നോക്കിക്കേ, 2 + 2 + 2 + 2 എത്ര 2 ഉണ്ട്? 1, 2, 3, 4. അതായത് 4 2 കൂട്ടുന്നതാണ്. നോക്കി, 1, 2, 3, 4 കണ്ടോ? ഈ 4 2 കൂടെ കൂട്ടുമ്പോൾ എത്ര നമുക്ക് കിട്ടുന്നത്? 8 ആണ്. ഇതിനുള്ള എളുപ്പവഴി 4 × 2 8 ആണ്. ഈ മോഡൽ ഓർത്ത് വെച്ചേക്കണം. നമുക്കിനി അങ്ങോട്ട് കണക്കിലുണ്ട് കേട്ടോ. അതുപോലെ ഓക്കെ 3 3 3 എത്ര 3 ഉണ്ട്? 4 3 ഉണ്ട്. അപ്പോൾ നമ്മൾ എളുപ്പവഴി എങ്ങനെയാണ്? 4 × 3 12. അതായത് ഇത് കൂട്ടുമ്പോഴും ഇത് ഇൻറ്റു ചെയ്യുമ്പോഴും നമുക്ക് ഒരേ ആൻസറാണ് കിട്ടുന്നത്.
കേട്ടോ. ഇതിനകത്തിൽ ആദ്യം കുറേ ഞാൻ വേണ്ടുന്ന കാര്യം നമ്മുടെ പാഠത്തിലേക്ക് വേണ്ടുന്ന കാര്യങ്ങളാണ്. പിന്നെ നോക്കിക്കേ 6/3. പിന്നെ ഓർത്തണം, അതാണ്ട് ഈ മുകളിൽ തരുന്നതിൻ്റെ പേര് ന്യൂമറേറ്റർ എന്നാണ് കേട്ടോ കുഞ്ഞുങ്ങളെ. ന്യൂമറേറ്റർ, താഴെ തരുന്നത് ഡിനോമിനേറ്ററുമാണ്. ഈ ഒരിക്കലും നമുക്കൊരു ആൻസർ കിട്ടുമ്പോൾ, നമ്മളൊരു കണക്ക് ചെയ്തൊരു ആൻസർ കിട്ടുമ്പോൾ ന്യൂമറേറ്റർ ഒരിക്കലും വലുത് എഴുതത്തില്ല. അപ്പം നമ്മൾ അതിനെ എന്ത് ചെയ്യണം? ചെറുതാക്കി എഴുതണം. ഇവിടെ ഓക്കെ 6/3 എന്ന് പറയുന്നതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 തന്നെ കിട്ടും. അതിനകത്തിൽ ഒരു മാറ്റവും ഇല്ലല്ലോ. നമുക്കറിയാം 2, 3, 6 ആണെന്ന്. എന്നാൽ 14/5 14നെ 5 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്തേ. 2, 5, 10, ബാലൻസ് 4, ബാലൻസ് ഒരു 4 വന്നു അല്ലേ, റിമൈൻഡർ. നമ്മൾ ഇതിനെ എങ്ങനെ എഴുതുമെന്ന് നോക്കിക്കേ. ഈ തന്നിരിക്കുന്ന ഡിനോമിനേറ്ററിനെ അതുപോലെ തന്നെ എഴുതുക. ഇനിയുള്ള കണക്ക് ചെയ്യാനുള്ളത് കേട്ടോ. ഈ തരുന്ന ഡിനോമിനേറ്ററിനെ അതുപോലെ എഴുതുക. കോഷ്യന്റിനെ എടുത്തിട്ട് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരിക, റിമൈൻഡറിനെ എടുത്ത് മുകളിൽ കൊണ്ടുവരിക. ഇങ്ങനെ അതായത് ഇത് ഇംപ്രോപ്പറാണ്. ഇതിനെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷനിലോട്ട് മാറ്റണമെന്ന് കേട്ടോ. ഒരുപാടങ്ങ് ആലോചിക്കേണ്ട നിങ്ങളെ. കണക്കിലോട്ട് കയറുമ്പോൾ ഞാൻ മനസ്സിലായി. എന്നാൽ ഈ മോഡൽ ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ഈ മുകളിൽ ഡിനോമിനേറ്റർ എന്ന് പറയാൻ അറിയാൻ വയ്യാത്തവർ, മുകളിൽ ഒരിക്കലും വലിയ സംഖ്യയും താഴെ ചെറിയ സംഖ്യയും വരത്തില്ല. എപ്പോഴും ഞാൻ കണക്കിൻ്റെ എളുപ്പവഴി മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. കട്ടിയായതൊന്നും ഞാൻ പറയത്തില്ല. നോക്കൂ നിങ്ങളെ, മുകളിൽ വലുതും താഴെ ചെറുതും, അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ആണ്. അങ്ങനെ വരത്തില്ല. അപ്പം നമ്മൾ ഇങ്ങനെ മാറ്റിയിട്ട് ചെയ്തിട്ട് ഈ മിക്സഡ് ഫ്രാക്ഷനിലോട്ട് മാറ്റണം കേട്ടോ. ഇതും കണ്ടല്ലോ, 26/5. 26നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം താഴെ നമ്മൾ എന്താണോ എഴുതിയേക്കുന്നത് അത് അതുപോലെ തന്നെ അങ്ങ് എഴുതണം. അതിന് ഒരു മാറ്റവും ഇല്ല കേട്ടോ. അതിനെ മാറ്റല്ലേ. കോഷ്യന്റിനെ ലെഫ്റ്റിൽ കൊണ്ടുവരിക, റിമൈൻഡറിനെ മേളിൽ കൊടുക്കുക കേട്ടോ. മനസ്സിലായി കാണും. ഇപ്പം ഇത്രയും റഫായിട്ടൊന്ന് അറിഞ്ഞിരിക്കണം. സമയപരിധി ഉണ്ടാവും നിങ്ങളെ. നമുക്ക് പാഠത്തിലോട്ട് കയറാം. നമ്മുടെ പാഠം എന്താണ്? ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഭിന്നസംഖ്യകൾ എന്നാണ് കേട്ടോ. നമ്മുടെ ടെസ്റ്റിലെ ആദ്യത്തെ നോക്കിയോ നിങ്ങളെ. എ പാക്കറ്റ് ഓഫ് ഷുഗർ വെയിറ്റ് 2 kilograms. ഹൗ മെനി കിലോഗ്രാം ഈസ് ഫോർ സച്ച് പാക്കറ്റ്? നോക്കൂ ഞങ്ങളെ, അതായത് ഒരു പാക്കറ്റിൽ 2 കിലോഗ്രാം പഞ്ചസാരയുണ്ട്. ഒരു പാക്കറ്റിൽ 2 കിലോ. നമ്മൾ 2 കിലോ പഞ്ചസാര കടയിൽ ചെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ എല്ലായിടവും പാക്കറ്റിലല്ലേ കുഞ്ഞുങ്ങളെ. അപ്പോൾ 2 കിലോയുടെ ഒരു പാക്കറ്റ് നമുക്ക് എടുത്ത് തന്നു. അങ്ങനെയാണെങ്കിൽ ഇത്തരം 4 പാക്കറ്റിൽ ആകെ എത്ര കിലോഗ്രാം കാണുമെന്ന്. ഹൗ മെനി കിലോ? നമുക്ക് എളുപ്പമല്ലേ. ഒരു പാക്കറ്റിൽ 2 ആണെങ്കിൽ 4 പാക്കറ്റിൽ എത്ര? 4 × 2 എന്ന് ചെയ്ത് നോക്കിയാൽ മതി. അതാണ് നിങ്ങളുടെ ടെസ്റ്റിൽ കിടക്കുന്ന ആദ്യത്തെ അല്ലേ. എളുപ്പമല്ലേ. ഒരു പാക്കറ്റിൽ 2 കിലോ ആണെങ്കിൽ ഒരു പാക്കറ്റിൽ 2 പാക്കറ്റ്, 3 പാക്കറ്റ്, 4 പാക്കറ്റ്, എത്ര? 2, 4, 6, 8 കിട്ടിയ കുഞ്ഞുങ്ങളെ. ഇതാണ് നിങ്ങൾ എളുപ്പമല്ലേ ഫസ്റ്റ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ അവരടുത്ത് ചോദിച്ചിരിക്കുന്നത് ഹാഫ് kg പാക്കറ്റിലോ 1/2 കിലോയുടെ പാക്കറ്റിലാണെങ്കിലോ? വിട്ട് അല്ലേ. 1/2 കിലോയുടെ പാക്കറ്റ് എന്തോ കുഞ്ഞുങ്ങളെ നമുക്ക് ചെയ്യാം. 1/2 കിലോ 2/2 കിലോ ആകുമ്പം തന്നെ എത്ര കുഞ്ഞുങ്ങളെ? 1 കിലോ ആയില്ലയോ? 2 1/2 കിലോയുടെ ആയപ്പം 1 കിലോ ആയി. അങ്ങനെയാണെങ്കിൽ 4 1/2 കിലോയുടെ പാക്കറ്റ് ആണെങ്കിലോ എത്ര കുഞ്ഞുങ്ങളെ? 4 1/2 കിലോയുടെ ആയപ്പോൾ നമുക്ക് എത്ര? അതാണ്ട് ഇവിടെ 1, 2 ഇങ്ങനെയും ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് രീതിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ആ രീതി ചെയ്താൽ മതി. കുഞ്ഞുങ്ങളെ, ഹാഫ് kgയുടെ പാക്കറ്റ് 1/2 കിലോയുടെ ആണെങ്കിൽ എങ്ങനെ? 1/2 കിലോ 4 വട്ടം എഴുതിയാൽ മതി. അങ്ങനെയും ചെയ്യാം. 4 × ദാണ്ട് ഇങ്ങനെയും ചെയ്യാം. 4 × 1/2 ഇങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് ഇതിൽ ഏത് മെത്തേഡാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ എഴുതിയാൽ മതി. എങ്ങനെയായാലും ആൻസർ കിട്ടിയാൽ മതി കുഞ്ഞുങ്ങളെ. ആൻസർ 2. മനസ്സിലാവുന്നുണ്ടോ? ഹാഫ് kg എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് kgയുടെ 1, 2, 3, 4 പാക്കറ്റ് എടുത്തെങ്കിലേ നമുക്ക് എന്ത് വരത്തുള്ളൂ? 2 kg വരത്തുള്ളൂ. മനസ്സിലാക്കി? ആ ക്വസ്റ്റ്യൻ ആൻസർ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സമയം അങ്ങ് സ്പീഡിൽ പോകും ഞങ്ങളെ. നമുക്ക് എൻ്റെ കണക്ക് ഒരുപാട് അങ്ങ് ലാഗാന്നും സ്പീഡാന്നും ഒക്കെ വരുന്നുണ്ട് കമൻറ്റ് കേട്ടോ. ഞാൻ കേൾക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ. നോക്കിക്കേ. അടുത്ത എ ബോട്ടിൽ ഹോൾഡ് എ ക്വാർട്ടർ ലിറ്റർ ഓഫ് വാട്ടർ. ഹൗ മച്ച് വാട്ടർ ഈസ് നീഡഡ് ടു ഫിൽ 3 സച്ച് ബോട്ടിൽ? എന്തോ കുഞ്ഞുങ്ങളെ എന്ന് വെച്ചാൽ 3 ഒരു ബോട്ടിൽ ഒരു ബോട്ടിൽ ഒരു ബോട്ടിൽ ഹോൾഡ് എ ക്വാർട്ടർ ലിറ്റർ. ക്വാർട്ടർ എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? ക്വാർട്ടർ അത് ക്വാർട്ടർ എന്ന് വെച്ചാൽ എന്തായിരുന്നു ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ക്വാർട്ടർ എന്ന് വെച്ചാൽ 1/4 ആണ്. അത് തെറ്റിപ്പോകല്ലേ കുഞ്ഞുങ്ങളെ. ക്വാർട്ടർ എന്ന് വെച്ചാൽ 1/4 ആണ്. എ ബോട്ടിൽ ഹോൾഡ് ഒരു ബോട്ടിൽ 1/4 ലിറ്റർ എന്തോ ഉണ്ടെന്നാ? വാട്ടർ ഉണ്ടെന്ന്. ഒരു ബോട്ടിൽ 4ൽ 1 ലിറ്റർ വെള്ളമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് വാട്ടർ ഈസ് നീഡഡ് ടു ഫില്ല് 3 സച്ച് ബോട്ടിൽ? 3 ബോട്ടിലിൽ എത്ര വരുമെന്നാണ് ചോദിച്ചേക്കുന്നത്. ഒരു കുപ്പിയിൽ 1/4 ലിറ്റർ, 1/4 എന്ന് വെച്ചാൽ 1/4 ലിറ്റർ വെള്ളമാണ്. അങ്ങനെയാണെങ്കിൽ 3 കുപ്പി നിറയ്ക്കാൻ എത്ര വെള്ളം വേണം?
3 കുപ്പി നിറയ്ക്കാൻ എത്ര വെള്ളം വേണം? ആ 3നെ ഇങ്ങനെ ചെയ്യുന്നതല്ലേ കുഞ്ഞുങ്ങൾ എളുപ്പം. 3 × 1/4. അതാണ് ഈ സ്റ്റെപ്പ് നിങ്ങൾ മറക്കരുത് കേട്ടോ. 3 × 1/4. അതിനെ എങ്ങനെ ചെയ്യാം? 3 × 1/4, 3/4. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ? രണ്ടാമത്തത് ഓക്കെ ആണോ? അതായത് ഒരു ബോട്ടിൽ, മലയാളത്തിൽ എങ്ങനെ പറയുന്നത്, ഒരു കുപ്പിയിൽ 1/4 ലിറ്റർ വെള്ളം നമുക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ 3 കുപ്പി നിറയ്ക്കാൻ എത്ര വെള്ളം വേണം? 1/4 ലിറ്ററിൻ്റെ 3 എന്താ കുഞ്ഞുങ്ങൾ? ഒരു ബോട്ടിൽ അപ്പോൾ 1/4, 3 ലിറ്റർ. ഇത് ചെയ്യാൻ എളുപ്പമല്ലേ? അല്ലേ? കണ്ടപ്പോൾ എളുപ്പം തന്നെ അല്ലേ കുഞ്ഞുങ്ങളെ? എത്രയാണോ ചോദിക്കുന്നത് അതിവിടെ അങ്ങ് എഴുതിയാൽ മതി കേട്ടോ. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത നോക്കൂ കുഞ്ഞുങ്ങളെ. അടുത്തത് നമ്മുടെ ചോദ്യം കാണാൻ പറ്റുന്നുണ്ടോ? നോക്കിക്കേ. 5 strings ഈച്ച് എ ക്വാർട്ടർ മീറ്റർ ലോങ് ആർ പ്ലേസ്ഡ് എൻഡ് ടു എൻഡ്. വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത്? എന്തോ നിങ്ങളെ 5 സ്ട്രിങ്സ് അല്ലേ? അതായത് 1/4 മീറ്റർ നീളമുള്ള 5 ചരടുകൾ അറ്റത്തോടറ്റം എൻഡ് ടു എൻഡ് ചേർത്ത് വെച്ചാൽ ആകെ എത്ര നീളം ഉണ്ടാകുമെന്ന്. എന്താണ് 5 സ്ട്രിങ്സ്? 5 സ്ട്രിങ്സ്. സ്ട്രിങ്സ് മീൻസ് ചരടം എന്നാണ് ഇവിടെ അർത്ഥം. എന്താണ് ചരട്? അറിയാൻ വയ്യാത്ത എഴുതി വെച്ചോണ്ടേ കുഞ്ഞുങ്ങളെ. 5 സ്ട്രിങ്സ് ഈച്ച് എന്ന് വെച്ചാൽ ഒന്നൊന്നാണ് കേട്ടോ. ഈച്ച് എ ക്വാർട്ടർ എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചാൽ എന്താണ്? ക്വാർട്ടർ എന്ന് വെച്ചാൽ 1/4 ആണ്. അതാണ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ക്വാർട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/4 ആണ്. ലോങ് ആർ പ്ലേസ്ഡ് എൻഡ് ടു എൻഡ്. എൻ്റെ മലയാളം മനസ്സിലായോ നിങ്ങൾ? എന്താണ്? 1/4 മീറ്റർ നീളം, 1/4 മീറ്റർ നീളമുള്ള 5 ചരടുകളാണ്. അത് അറ്റത്തോടറ്റം നമ്മൾ ചേർത്ത് ഇപ്പോൾ 5 ചരടുണ്ടെങ്കിൽ അത് ഓരോന്ന് കെട്ടത്തില്ലേ? അങ്ങനെ ചേർത്ത് വെച്ചാൽ മൊത്തം എത്ര നീളം കിട്ടുമെന്ന് മനസ്സിലാവുന്നുണ്ടോ? അപ്പം മൊത്തം ഇവിടെ എത്ര ചരടുണ്ട് കുഞ്ഞുങ്ങളെ? ആദ്യം നിങ്ങൾ ഏത് വേർഡ് പ്രോബ്ലം തന്നാലും സ്റ്റെപ്പ് എഴുതണം കേട്ടോ. 5 സ്ട്രിങ്സ് ഉണ്ട്. പിന്നെ ഒരു സ്ട്രിങ്സ് എത്ര ഉണ്ടെന്നാ പറഞ്ഞാൽ 1/4 ആണ്. അതിൽ ഒരെണ്ണം, ഒരു ചരട് 4ൽ 1 ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ 5 സ്ട്രിങ്സ് എത്ര? ചെയ്യാൻ എളുപ്പമല്ലേ? 5നെ 5 × 1/4. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞുങ്ങളെ, ഒരിക്കലും എന്താണ് മുകളിൽ വലിയ സംഖ്യ ആൻസറിൽ വരത്തില്ല. അതായത് ഇംപ്രോപ്പർ ഫ്രാക്ഷനിൽ ഒരിക്കലും, ഇംപ്രോപ്പർ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, CBSE ആവും ഞങ്ങളെ. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ വലുതും ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതും, അതായത് മുകളിൽ വലുതും താഴെ ചെറുതുമായിട്ട് നമ്മൾ ഒരിക്കലും ആൻസർ എഴുതത്തില്ല. പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഡിവൈഡ് ചെയ്ത്, കണ്ടോ ഇവിടെ എല്ലാം ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ആക്കണം. ഇങ്ങനെ ആക്കുന്ന എങ്ങനെയാണെന്ന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ. ഏതാണ് തന്നിരിക്കുന്ന 4ന് താഴെ ഏതാണോ കിടക്കുന്നത് അതിനെ അതുപോലെ എഴുതുക. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? താഴെ ഏതാണോ, ഈ താഴെ മേൽ എന്നൊക്കെ പറഞ്ഞാൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററോ, നിങ്ങൾക്കത് മനസ്സിലാവുമോ ഇല്ലയോ എന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് ഞാൻ ഈ താഴെ മുകളിൽ നിന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞ തെറ്റാ സത്യത്തിൽ. ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ തന്നെ പറയണം കേട്ടോ. അത് ഞാൻ ഈ ഒന്നും അറിയാൻ വയ്യാത്തവരെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ ഞാൻ ഈ ക്ലാസ് ഇടുന്നത് കേട്ടോ. അറിയാവുന്നവർ ഇത് പെട്ടെന്ന് കണ്ട് സ്കിപ്പ് അടിച്ച് അങ്ങ് പോയിക്കോ. ഒന്നും അറിയാൻ വയ്യാത്ത കുട്ടികൾ കാണും, അവർക്ക് വേണ്ടി മാത്രമാവും നിങ്ങളെ. ഇവിടെ താഴെ ഏതാണോ കൊടുക്കുന്നത് അത് താഴെ തന്നെ കൊടുക്കുക. പിന്നെ നമ്മുടെ കോഷ്യൻ്റ് ഏതാണോ, കോഷ്യൻ്റ് എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ആൻസർ മുകളിൽ തരത്തില്ലേ, ആ ആൻസർ ലെഫ്റ്റ് സൈഡിൽ തന്നെ കൊടുക്കണം. ലെഫ്റ്റ് റിമൈൻഡറിനെ മുകളിലും വിടുക. കേട്ടോ. ഇത് പോസ് ചെയ്തിട്ടിട്ട് ഞാൻ ഓരോ കണക്കും കണ്ടോ സ്റ്റെപ്പായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ പോസ് ചെയ്തിട്ടിട്ട് നല്ലപോലെ നോക്കി മനസ്സിലാക്കണം. അടുത്ത നോക്കൂ കുഞ്ഞുങ്ങളെ. ഈച്ച് പീസ് ഓഫ് എ പംകിൻ. ഇനിയും നമുക്ക് വേർഡ് പ്രോബ്ലം ആണ് കേട്ടോ. വേർഡ് പ്രോബ്ലം ആണ് ഇതുവരെ ചെയ്തതെങ്കിലും ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടാണ്. ഈച്ച് പീസ് ഓഫ് എ പംകിൻ വെയിറ്റ് എ ക്വാർട്ടർ kg. വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് 2 pieces ടുഗദർ? വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് 4 such pieces? 6 pieces. എന്തോ വല്ലേ മനസ്സിലായോ? അതായത് 1/4 കിലോഗ്രാം വീതം ഭാരമുള്ള 2 കഷ്ണം മത്തങ്ങയുടെ ആകെ ഭാരം എത്ര കിലോഗ്രാം ആണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അങ്ങനെയെങ്കിൽ 4 കഷ്ണങ്ങളുടെ ഭാരമോ 6 കഷ്ണങ്ങളുടെ ഭാരവും ഇത് അതായത് ഈച്ച് പീസ് ഓഫ് എ പംകിൻ വെയിറ്റ് എ ക്വാർട്ടർ എന്നൊക്കെ കേട്ടാൽ പെട്ടെന്ന് ഓർത്തോണം 1/4 ആണ് അല്ലേ. വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് 2 പീസ് ഓഫ്, അങ്ങനെയാണെങ്കിൽ 2 എണ്ണത്തിൻ്റെ വില എന്താണ്? അങ്ങനെയാണെങ്കിൽ 4 പീസ്, അങ്ങനെയാണെങ്കിൽ 6 പീസ്. കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഈച്ച് പീസ് ഓഫ് പംകിൻ എന്ന് വെച്ചാൽ മത്തങ്ങയാണ്. മത്തങ്ങയുടെ വെയിറ്റ് എ ക്വാർട്ടർ kg. ചോദ്യം മലയാളവും ഇംഗ്ലീഷും ഉണ്ടേ കുഞ്ഞുങ്ങളെ, നോക്കി മനസ്സിലാക്കണേ കേട്ടോ. നോക്കിക്കേ എൻ്റെ ആൻസർ.
അപ്പോൾ ഒരു പീസിൻ്റെ വെയിറ്റ് 1/4 ആണെന്ന് നമ്മളോട് പറഞ്ഞു അല്ലേ. അപ്പോൾ പംകിൻ്റെ ഒരു പീസിൻ്റെ വെയിറ്റ് 1/4 kg ആണ്. അങ്ങനെയാണെങ്കിൽ 2 പീസോ ചെയ്യാൻ എളുപ്പമല്ലേ കുഞ്ഞ്? എന്താ 2 × 1/4 നോക്കിയാൽ പോരെയോ? 2 × 1/4 എന്ന് വെച്ചാൽ 2/4 ആണ്, അതായത് 1/4 kg. എല്ലാം ഇവിടെ ചെയ്ത് വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ, വെയിറ്റ് ഓഫ് അങ്ങനെയാണെങ്കിൽ 4 പീസിനോ 1 പീസ്, 2 പീസ്, 4 പീസ് ആണെങ്കിലോ കുഞ്ഞുങ്ങളെ 4 × 1/4 അല്ലേ? എത്ര വരും? ഏതൊരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്യുക അല്ലെങ്കിൽ ഭാഗിച്ചാൽ നമുക്ക് ആൻസർ 1 ആയിരിക്കും. ആദ്യമേ ഞാനത് പറഞ്ഞു, ഞാൻ പറഞ്ഞായിരുന്നല്ല കണക്കിലോട്ട് കയറുമ്പോൾ അത് കാണുമെന്ന്. ഏതൊരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് തന്നെ ഡിവൈഡ്, അതായത് ഭാഗിച്ചാൽ, ഹരിച്ചാൽ എന്താണ്? 1 ആണ്. നോക്കിക്കേ, 6 പീസ് ഓഫ് അങ്ങനെയാണെങ്കിൽ 6 പീസ് ആണെങ്കിൽ 6 വെച്ച് ചെയ്താൽ പോരെ? 6/4 3/2. നമ്മൾ 6/4 എന്ന് വെച്ച് വേണേൽ ചെയ്യാം. 6 എന്താണ്? 6 എന്ന് പറയുന്നതും 4 എന്ന് പറയുന്നത് ഏതിൻ്റെ നിങ്ങൾക്ക് ഇവിടെ വരെ അറിയത്തുള്ളെങ്കിൽ ഇവിടെ വരെ ചെയ്താൽ മതി. ഇനി ഇതിലെ സിംപ്ലസ്റ്റ് ഫോമിലോട്ട് അറിയാവുന്നവർ മാത്രം അതിലോട്ട് മാറ്റിയാൽ മതി. ഇപ്പം 6/4 കിട്ടുന്നെങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞു ഒരിക്കലും മുകളിൽ വലുതും താഴെ ചെറുതും വരത്തില്ല, മാറ്റിയിട്ട് ചെയ്യണം. മാറ്റിയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ആൻസർ കിട്ടും കേട്ടോ ഞങ്ങളെ. അത് മനസ്സിലായി കാണുമല്ലോ. നോക്കാതെ we can fill a cup with 1/3 of a liter of milk. How much milk is needed to fill 2 cup? 4 cup. എന്തോ കുഞ്ഞുങ്ങളെ, ഒരു കപ്പിൽ 1/3 ലിറ്റർ പാല് നമുക്ക് നിറയ്ക്കാം. 2 കപ്പിൽ ആകെ എത്ര ലിറ്റർ നമുക്ക് നിറയ്ക്കാം? 4 കപ്പിലോ? ഇതാണ് ചോദ്യം. ഒരു കപ്പിൽ 1/3 ലിറ്റർ. നമുക്ക് ഈ ഇതേ വേർഡ് പ്രോബ്ലം തന്നാലും തന്നിരിക്കുന്നത് ആദ്യമേ പറക്കി എഴുതണേ കുഞ്ഞുങ്ങളെ. ഇവിടെ തന്നിട്ടുണ്ട് ഒരു കപ്പിൽ 1/3 ലിറ്ററേ കൊള്ളത്തുള്ളെന്ന്. ഒരു കപ്പിൽ 1/3 ലിറ്റർ. അങ്ങനെയാണെങ്കിൽ 2 കപ്പിലോ? ഒരു കപ്പ് കിട്ടിയാൽ നമുക്ക് എളുപ്പമാണ് നമ്മളോടായില്ലയോ. ഒരു കപ്പിലാണെങ്കിൽ തന്നിട്ടുണ്ടെങ്കിൽ 2 കപ്പിൽ എന്താ? 2 × 1/3. എത്ര കുഞ്ഞുങ്ങളെ? കണ്ട് ഇതുപോലെ തന്നെ എഴുതണം കേട്ടോ. സ്റ്റെപ്പ് അതുപോലെ എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 4 കപ്പിൽ എന്താണ്? 4 × കണ്ടോ 4/3. നോക്കിക്കേ, ലാസ്റ്റ് വന്ന ആൻസർ നോക്കിക്കേ, 4 3. മുകളിൽ എന്താ വന്നേ? വലുതല്ലേ. അപ്പം നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ മാറ്റിയിട്ടിട്ട് മിക്സഡ് ഫ്രാക്ഷനിലോട്ട് മാറ്റണം. ചെയ്ത് വെച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. സമയം ലാഭിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ ആ കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ. ഇതിൽ കൂടുതലൊന്നും നമുക്ക് ഇനി ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റത്തില്ല കേട്ടോ. ഞാൻ മലയാളവും ഇംഗ്ലീഷും ഒക്കെ എഴുതി വെച്ചേക്കുന്നത് അതുകൊണ്ട് ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ചോദ്യം കാണുമ്പോഴേ കണ്ടോ, മലയാളക്കാർക്കും ഇംഗ്ലീഷുകാർക്കും അപ്പനൊക്കെ മലയാളം എഴുതേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഓക്കെ ആയിരിക്കും അല്ലേ? ഓക്കെ ആയിരിക്കില്ലേ ദൈവമേ അല്ലേ? ഇത്രയും പാടുപെട്ടിരുന്ന് എഴുതിയിട്ടേ. നോക്കൂ ഞങ്ങളെ അടുത്ത്, വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് 4 പീസ് ഓഫ് റിബൺസ്? ഈച്ച് ഓഫ് ലെങ്ത് 3/4 ഓഫ് എ മീറ്റർ. വാട്ട് അബൌട്ട് 5 പീസസ്? എന്ന് വെച്ചാൽ എന്താ ഞങ്ങളെ? 3/4 മീറ്റർ വീതം നീളമുള്ള 4 കഷ്ണം റിബൺ. റിബണിൻ്റെ മലയാളം നാട എന്നാണ് കേട്ടോ. ഇനി നാട എന്ന് കണ്ട് നിങ്ങൾ പേടിക്കണ്ട. നാട എന്ന് വെച്ചാൽ എന്താണ്? റിബണാണ്. റിബൺ എന്ന് തന്നെ നിങ്ങൾ വേണേൽ എഴുതിക്കൂ. അതിൻ്റെ ആകെ നീളം എത്ര മീറ്ററാണ്? അത് 5 കഷ്ണമായാലോ? ചോദ്യം മനസ്സിലായോ നിങ്ങൾ? എന്താണ്? വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് 4 പീസ് ഓഫ് റിബൺ? ടോട്ടൽ ലെങ്ത് എന്ന് വെച്ചാൽ മൊത്തം നീളം അല്ലേ? അതിൻ്റെ 4 കഷ്ണം 4 പീസ് ഓഫ് റിബൺസ് എത്രയാണെന്ന് കാണണം. ഈച്ച് ഓഫ് ലെങ്ത് 3/4 ഓഫ് മീറ്റർ എന്ന് വെച്ചാൽ എന്താ? ആകെ നീളം എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഈച്ച് ഓഫ് ലെങ്ത് എന്ന് വെച്ചാൽ ഓരോന്നും 3/4 മീറ്ററാന്ന് പറയുന്നു. ഓരോന്നും എന്ന് പറയുന്നുണ്ട് അല്ലേ? 3/4 മീറ്ററാണ്. 3/4 എന്ന് വെച്ചാൽ 3/4. നോക്കൂ നിങ്ങളെ, ഒരു പീസ് എത്ര എന്ന് നമ്മളോട് പറയുന്നുണ്ട്. എത്ര? ഈച്ച് എന്ന് വെച്ചാൽ 1 കേട്ടോ. ഓരോ പീസും 3/4 ആണെന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞു ഇല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് 4 പീസ്? 4 പീസിൻ്റെ എത്ര കുഞ്ഞുങ്ങളെ? നമുക്കറിയാം 4 × 3/4 ആണല്ലേ നമ്മളോട്. ഇതിനെ ഇനി എളുപ്പ വഴിയുണ്ടോ കുഞ്ഞുങ്ങളെ? ഇതിനെ വേണേൽ ഈ 4 കൊണ്ട് ഈ 4 വെട്ടിപ്പോകാം കേട്ടോ. അങ്ങനെ ചെയ്യാൻ അറിയാമോ? ഞാൻ വെട്ടി പഠിപ്പിക്കണോ? അവസാനം മൊത്തത്തിൽ വെട്ടേണ്ടി വരുമോ? വെട്ടാൻ അറിയാൻ വയ്യാത്തൊരു വെട്ടണ്ട കേട്ടോ. നിങ്ങളെന്താ 4 × 3 12 അങ്ങനെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ. ഇനി വെട്ടാൻ അറിയാം അവസാനം ഏതൊക്കെ വെട്ടിയില്ല എന്ന് വരണ്ട. 4 × 3 12. ഈ താഴെ ഏതാണോ തരുന്നത് അതിനെ അതുപോലെ അങ്ങ് എഴുതുക. 4 ആയതുകൊണ്ട് 4 തന്നെ. ഇനി നോക്കൂ നിങ്ങളെ, 12/4. 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 വരുന്നത് കേട്ടോ. ചെയ്ത് തന്നെ നോക്കണേ കുഞ്ഞുങ്ങളെ. കണക്കൊരിക്കലും നോക്കി പഠിക്കല്ലേ, എഴുതി തന്നെ പഠിക്കണേ. നോക്കിക്കേ, അങ്ങനെയെങ്കിൽ 5 പീസോ? 5നെ നമുക്കറിയാം 5 × 3/4. 5 × 3 15.
4നെ അതുപോലെ എഴുതുക. നമുക്ക് കിട്ടിയ ആൻസറും ഒക്കെ 15/4 ആണ്. നമ്മൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് അതിനെ മിക്സർ ഫ്രാക്ഷനിലോട്ട് മാറ്റണം. നല്ല ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതാണോ താഴെ എഴുതുന്നതും മുകളിൽ എഴുതുന്നതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. തെറ്റിപ്പോവല്ലേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഇങ്ങനെ മാറ്റുമ്പോൾ തെറ്റല്ലേ. കോഷ്യൻറ്റിനെയാണ് എപ്പോഴും ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരേണ്ടത് കേട്ടോ. കോഷ്യൻ്റ് ലെഫ്റ്റും റിമൈൻഡർ മുകളിലും പോകണം. താഴെ ഏതാണോ തന്നിരിക്കുന്നത് അതിനെ താഴെ തന്നെ എഴുതണം. അത് മിക്ക കുട്ടികൾക്കും തിരിഞ്ഞു പോകുന്നതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ഈ തെറ്റുന്ന ഭാഗം എവിടെയാണെന്ന് എനിക്കറിയാം. അവിടെ വരുമ്പോഴാണ് ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ അവിടെ തെറ്റിക്കല്ലേ കേട്ടോ. ഇറ്റ് ടേക്സ് 1/4 hour to walk around a playground once. How much time does it take to walk 4 times around at this speed? What about 7 times? നോക്കൂ, ഒരു പ്ലേ ഗ്രൗണ്ട്, അതായത് ഒരു കളിസ്ഥലത്തിന് ചുറ്റും ഒരു പ്രാവശ്യം നടക്കാൻ നമുക്ക് 1/4 മണിക്കൂർ സമയം വേണമെന്ന്. ഒരു കളിസ്ഥലത്തിന് ചുറ്റും നമുക്ക് ഒരു പ്രാവശ്യം നടക്കാൻ 1/4 മണിക്കൂർ സമയം വേണം. ഇതേ വേഗത്തിൽ 4 പ്രാവശ്യം നമുക്ക് നടക്കാൻ എത്ര സമയം വേണം? അങ്ങനെയാണെങ്കിൽ 7 പ്രാവശ്യം നടക്കാൻ നമുക്ക് എത്ര സമയം വേണം? അപ്പം നമ്മുടെ ചോദ്യത്തിൽ ഒന്ന് കിടപ്പുണ്ട്. കളിസ്ഥലത്തിന് ചുറ്റും ഒരു പ്രാവശ്യം നമുക്ക് നടക്കാൻ 1/4 ആണ് വേണ്ടതെന്ന് നമ്മുടെ ഇതിൽ കിടപ്പുണ്ട്, ചോദ്യത്തിൽ തന്നെ കിടപ്പുണ്ട്, ഇല്ലയോ? അപ്പോൾ എന്താണ് 4 പ്രാവശ്യം 4 ടൈംസ് 4 പ്രാവശ്യം കളിക്കാനോ എന്ത് വേണം? 4 × 1/4 ചെയ്താൽ മതിയല്ലോ കുഞ്ഞുങ്ങളെ. നമുക്ക് മുമ്പ് പറഞ്ഞ രീതിയിൽ വെട്ടി വേണമെങ്കിൽ ചെയ്യാം. വെട്ടാൻ അറിയാൻ വയ്യാത്തവരെന്താ 4 × 1 4, ഈ 4നെ അതുപോലെ എഴുതുക. 4 × 1 4/4. മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു ഒരേ സംഖ്യകളെ തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ 1 ആയിരിക്കുമെന്ന് കേട്ടോ. 1 hour. അങ്ങനെ ആകുമ്പോൾ 7 പ്രാവശ്യം 7 പ്രാവശ്യമോ 7 × 1/4. 7 വന്നത് എങ്ങനെയാണ് നിങ്ങളെ ക്വസ്റ്റ്യനിലുണ്ട്? 1/4 എന്താണ്? നമുക്ക് ഒരു പ്രാവശ്യം നടക്കാം, 1/4 ആണ്. അപ്പോൾ 7 × 1/4 = 7/4. നമ്മൾ പറഞ്ഞു ഒരിക്കലും മുകളിൽ എന്താണ് വലുത് വരത്തില്ല. പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം? അത് മിക്സർ ഫ്രാക്ഷനിലോട്ട് മാറ്റണം. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. 7/4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 × 4 4, അതായത് ഒരു 4 4, 7 4 പോയാൽ 3. അടുത്ത നോക്കിയ കുഞ്ഞുങ്ങളെ, നമ്മുടെ 1/3ൻ്റെ 2 മടങ്ങ് എത്രയാണെന്ന് ഒരു മാർക്കിൻ്റെ ചോദ്യമാണ്. 1/3ൻ്റെ 2 മടങ്ങ് എന്ന് വെച്ചാൽ 1/3 × 2, അതായത് 1/3 2 വട്ടമുണ്ട്. 1/3 + 1/3 2/3. അതും അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഇപ്പം ചെയ്ത പോലെ 1/3 × 2. അപ്പം നമ്മൾ എഴുതും 1/3 × 2 എന്ന് പറയുന്നത് 1 × 2/3 = 2/3. ഇങ്ങനെ വേണമെങ്കിലും എഴുതാം, ഇങ്ങനെ എഴുതാവുന്ന കേട്ടോ. അതായത് ഞാൻ ഒന്നുകൂടെ പറയാം. നാട്ടെ നോക്കിക്കേ, 1/3 × 4 എന്ന് പറയുന്നത് 1/3 × 4 എന്ന് പറയുന്നത് 1/3 4 വട്ടം ഉണ്ടെന്നാ കേട്ടോ. ഓർത്തോണേ, 1/3 4 വട്ടം, 1 2 3 4 = 4/3. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അതുപോലെയൊക്കെ 4 ടൈംസ് 2/3 എന്നുള്ളത് കുറച്ചുകൂടി എളുപ്പത്തിന് നമ്മൾ എങ്ങനെ എഴുതാം? 4 ടൈംസ് 2/3 എന്നുള്ളത് 4 × 2/3. 4 × 2 എന്ന് പറയുന്നത് എത്ര? 8. എന്താ 3a, ഈ താഴെ എന്താണോ വരുന്നത് അത് തന്നെ എഴുതാവും കേട്ടോ, 3. ഇനി നോക്കിയേ, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഒരിക്കലും മുകളിൽ വലുതും താഴെ ചെറുതും വരത്തില്ല. അതായത് ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതും വരത്തില്ല. പെട്ടെന്ന് നമ്മൾ മാറ്റിയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് മിക്സർ ഫ്രാക്ഷനിലോട്ട് അതിനെ മാറ്റണേ നിങ്ങളെ, മറക്കല്ലേ. നോക്കിക്കേ, 8 ടൈംസ് 2/3, 8 × 2/3, അതായത് 8 വട്ടം 2/3 ഉണ്ടെന്ന്. അപ്പം നമ്മൾ 8 വട്ടം ഇട്ട് 2/3 എന്ന് എഴുതുന്നതിൽ എളുപ്പമാണ്. 8 × 2/3 = 16/3. അടുത്ത അങ്ങനെയാണെങ്കിൽ അത് കണ്ട് എഴുതിയേക്ക് നോക്കിക്കേ, എഴുതി കാണിച്ചിട്ടുണ്ട്. നമ്മൾ 1 2 3 4 5 6 7 8 8 വട്ടം ഇങ്ങനെ എഴുതി നമ്മൾ 2/3 എന്ന് എഴുതുന്നതിലും എളുപ്പമാണ്. എന്താണ് ഇങ്ങനെയുള്ള എളുപ്പ വഴികൾ ചെയ്യുന്നത്? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇത്രയും ചെയ്തത് മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ മനസ്സിലായെന്നൊന്ന് പറയണം കേട്ടോ. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് മനസ്സിലായെന്ന് തന്നെ പറയണം. അതിൻ്റെ ബാക്കി വേണമെന്നുണ്ടെങ്കിൽ ബാക്കിയും ചോദിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.